ഇന്ന് ഞാൻ ലീവായിരുന്നു കേട്ടോ. പൊന്നുകുട്ടിക്കും വാഗുട്ടനും ജലദോഷമൊക്കെ ആയതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി ഇതേ പുല്ലൊക്കെ പറിച്ച് ബാക്ക് വശത്തൊക്കെ ക്ലീൻ ആക്കിയിട്ടോ. പെട്ടെന്നാട്ടോ ഇവിടെ പുല്ല് പിടിക്കണേ. അങ്ങനെ പുല്ല് പറിക്കണതിൻ്റെ ഇടയ്ക്ക് കോവല് നട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു തണ്ട് കട്ടായി പോവുകയും ചെയ്തു കേട്ടോ. അത് മുറിഞ്ഞു പോയി കഴിഞ്ഞപ്പോഴാണ് അതിനകത്ത് കോവയ്ക്ക് ഉണ്ടായിരിക്കണ കാണുന്നത്. കുറേ നാളായിട്ട് നട്ടിട്ട് ഇപ്പോഴാട്ടോ അതിനകത്ത് ഉണ്ടായി തുടങ്ങി. അങ്ങനെ ദേ കട്ട് ചെയ്ത പീസ് പോയില്ലോ എന്ന് ഓർത്ത് സങ്കടത്തിൽ നോക്കിയപ്പോൾ അവിടെ ഇവിടെ ഓരോന്നും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ദേ അവിടെ പുല്ലൊക്കെ പറിച്ച് എല്ലാം തീടലൊക്കെ കഴിഞ്ഞ് കൈയും കാലും കഴിയും ഞങ്ങൾ 3 പേരും കൂടെ ദേ ഊണ് കഴിക്കാനുള്ള പരിപാടി കേട്ടോ. സാമ്പാറും മുട്ട പൊരിച്ചതും പപ്പടമൊക്കെ കൂട്ടി ഊണൊക്കെ കഴിച്ചു. പിന്നെ ഇതേ കുറച്ച് പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ 3 പേരും കൂടി ഇത്തിരി നേരം ഒന്ന് കിടന്നു കേട്ടോ. കിടന്നില്ല എന്നുണ്ടെങ്കിൽ ഇവർ സൈക്കിളെ ഒട്ടി റോഡിലേക്ക് പോവും. നല്ല വെയിലും ഉണ്ടല്ലോ. അങ്ങനെ ദേ ഇത്തിരി നേരം കിടന്നിട്ട് ഞാൻ വേഗം തന്നെ എണീറ്റു കേട്ടോ. അതേ മീൻ ഫ്രിഡ്ജിലിരിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് തണുപ്പ് മാറാൻ വേണ്ടി പാത്രത്തിലെടുത്തിട്ടു. പൊന്നുകുട്ടിയും വാഗുട്ടനും നല്ല ഉറക്കം കേട്ടോ. പിന്നെ ഞാൻ വേഗം തന്നെ പോയി മിറ്റമൊക്കെ അടിച്ചു. മിറ്റടിച്ച് നിൽക്കുമ്പോഴാണ് നമ്മുടെ ആത്തമരത്തിൽ കുറേ ആത്തയ്ക്ക പഴുത്ത് കിടക്കുന്നുണ്ട് കേട്ടോ. കുറേ കിളികൾ, പച്ചക്കിളിയും അണ്ണാനും അതേപോലെ ഓലഞ്ഞാലിയൊക്കെ വന്ന് കൊത്തി കൊത്തി കുറേ തിന്നു. അവിടെ ഇവിടെയൊക്കെ കുറേ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ദേവുവിൻ്റെ ടെറസിൻ്റെ മുകളിൽ കയറി പറിക്കാമെന്ന് ഓർത്ത് അപ്പോഴത്തേക്കും ദേ പൊന്നുകുട്ടി എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പൊന്നുകുട്ടിയും ദേവും ഞാനും കൂടെ നിന്നിട്ട് കുറേ അത്യാവശ്യം മൂത്ത് നിന്നതൊക്കെ പറിച്ചെടുത്തു കേട്ടോ. മിക്കതും തന്നെ കേടായിരുന്നു കേട്ടോ. അതിൽ ഒരെണ്ണം നല്ല മൂത്തായിരുന്നു. നോക്കിയപ്പോൾ അതിനകത്ത് സൈഡിൽ അണ്ണാൻ കൊത്തിയിട്ടുണ്ട്, കേടുമായിരുന്നു കേട്ടോ. താഴെ വന്നപ്പോൾ പൊന്നുകുട്ടി ആത്തമരത്തുമ്പോൾ കയറി നിൽക്കുവാണേ. കാത്തുപ്പെണ്ണ് പിന്നെ എല്ലാവരെയും കണ്ട ഭയങ്കര സന്തോഷത്തിലാട്ടോ. അതൊക്കെ കഴിഞ്ഞ് നേരെ ദേ നമ്മുടെ മീനിൻ്റെ തണുപ്പൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ദേ വേഗം തന്നെ മീനൊക്കെ നന്നാക്കി എടുത്തു. ഓടിപ്പോയി കുളിയൊക്കെ കഴിഞ്ഞ് ദേ വിളക്കൊക്കെ വെച്ചു കേട്ടോ. വിളക്ക് വയ്ക്കലൊക്കെ കഴിഞ്ഞ് ചെറിയൊരു ചായ കൂടി ഉണ്ടല്ലോ. അങ്ങനെ ദേ ചായയൊക്കെ ഉണ്ടാക്കി. ചായക്കുട്ടനും വൈകി എണീറ്റ് കാരണം ചായ കൂടി വൈകിട്ടത്തെ ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ദേ വിളക്ക് വയ്ക്കലൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു കേട്ടോ ചായ കുടിക്കാൻ വേണ്ടിയിരുന്നേ. ചായ എടുത്ത് വന്നപ്പോഴത്തേക്കും ദേ പിന്നെ അച്ഛൻ ഓട്ടം കഴിഞ്ഞ് വന്നു കേട്ടോ. അച്ഛൻ കൊണ്ടുവന്ന കവറിൽ എന്തുട്ടാന്നുള്ള ധൃതി ആട്ടോ 2 പേർക്കും നോക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കവറിൽ നോക്കിയപ്പോൾ സോപ്പ് പൊടിയും പിന്നെ കുറച്ച് പച്ചക്കറി ഉണ്ടായിരുന്നു. പിന്നെ അച്ഛതേ മുട്ട ബജിയും മുളക് ബജിയും വാങ്ങിയിട്ടായിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ പേസ്റ്റ് ഉണ്ടായിരുന്നു. പേസ്റ്റ് കണ്ടപ്പോൾ തന്നെ ഒന്ന് തുറന്ന് അതൊന്ന് ഞെക്കി നോക്കിയില്ലെങ്കിൽ ഒരു സമാധാനക്കേടല്ലേ. പൊന്നുകുട്ടി അതൊക്കെ 3 പേർക്കും കഴിക്കാൻ പാൽച്ചായയും അച്ചയ്ക്ക് കട്ടൻ ചായയും ആട്ടോ കൂടുതലും ഇഷ്ടം. അങ്ങനെ ദേ മുട്ട ബജിയൊക്കെ കഴിക്കാൻ എടുത്തു വെച്ചു. അങ്ങനെ അച്ഛനെ കുറേ നേരമായിട്ട് വിളിക്കണം. അച്ഛൻ ഒന്ന് കിടക്കുമായിരുന്നേ. അപ്പോൾ ദേ മുളക് ബജി അച്ഛയുടെ വാക്കൂട്ടം കഴിച്ചോട്ടേന്ന് ചോദിക്കും കേട്ടോ. അവർ 2 പേരും മുട്ട ബജി കഴിക്കാറുള്ളൂ. മുളക് ബജിക്ക് എരിവാന്ന് ഓർത്ത്. അങ്ങനെ എന്തായാലും വാക്കൂട്ടനെ ഇഷ്ടപ്പെട്ടിട്ട് വാക്കൂട്ടം മുളക് ബജിയും കഴിച്ചു കേട്ടോ. പിന്നെ നമ്മുടെ മീനൊക്കെ നന്നാക്കി എടുത്ത് ദേ കറിയായിട്ട് അടുപ്പത്ത് വെച്ചു, വറക്കാനും വെച്ചു. അത് കഴിഞ്ഞ് ദേ കുറച്ച് കുക്കുംബറും സവാളയൊക്കെ അരിഞ്ഞെടുത്ത് അച്ഛൻ അത് കഴിക്കാൻ വേണ്ടി എടുത്തു കേട്ടോ. അപ്പോൾ സമയം ഏകദേശം ഒരു 9 മണിയൊക്കെ ആവാറായിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതൊക്കെ എല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചു. കട്ട് ചെയ്തപ്പോൾ തന്നെ പൊന്നുകുട്ടിക്കും വാഗുട്ടനും അച്ഛൻ ഓരോന്നും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പൊന്നുകുട്ടിക്ക് കിട്ടിയ വഴി തന്നെ പൊന്നുകുട്ടി കണ്ണിലൊക്കെ എടുത്ത് വെച്ചു. വാഗുട്ടൻ കുറേ നേരം അതിലേക്ക് തിന്നുകൊണ്ട് കിടന്നു. എൻ്റെ വായിൽ കൊണ്ട് വെച്ച് കഴിക്കാൻ പറഞ്ഞിട്ട് ഞാൻ അപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഒന്നും മറക്കണ്ട.